ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ സീസണിലെ തങ്ങളുടെ എവേ റെക്കോർഡ് നിലനിർത്തിയിരിക്കുന്നു. പഞ്ചാബ് കിങ്സിനെതിരെ മുളൻപൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റുകൾക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിച്ചത്. ഇതോടെ 2 ദിവസങ്ങൾക്ക് മുൻപ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തങ്ങളുടെ കാണികൾക്ക് മുന്നിൽ വെച്ചേറ്റ പരാജയത്തിന് പ്രതികാരം ചെയ്യാനും RCBക്കായി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന RCB പഞ്ചാബ് കിങ്സ് മത്സരത്തിന്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ സീസണുകളിൽ ലഭിച്ച 3 പിച്ചുകളും അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് പിച്ചുകളായിരുന്നില്ല. അതായത് കുറച്ച് ഡിഫിക്കൽട്ടായ ബാറ്റിംഗ് കണ്ടീഷൻസ് ആയിരുന്നു. ഈ അവസരങ്ങളിലെല്ലാം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത RCB ചെയ്ത് ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡ് സ്വീകരിക്കുക എന്നതാണ്. എന്ത് വന്നാലും അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഒരു വലിയ സ്കോർ നേടിയെടുക്കുക. ആ ഒരു തന്ത്രം 3 മത്സരങ്ങളിലും പാളിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത്. ഇങ്ങനെ സ്ട്രോക്ക് മേക്കിങ്ങിനെ അത്ര കണ്ട് പിന്തുണയ്ക്കാത്തൊരു പിച്ച് വരുമ്പോൾ RCBയുടെ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വേണമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ സീസണുകളിലേതുപോലെ അല്ല, ഇത്തവണ അവരുടെ ബോളിംഗ് അറ്റാക്കിനെ അവർക്ക് വിശ്വസിക്കാം. അതായത് ആ ഒരു സർഫസിനനുസരിച്ചുള്ള ഒരു പാർ ടോട്ടലിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് RCBക്കുണ്ട്. കാരണം ഈ 3 മത്സരങ്ങളിലും ഒരു ബിലോ പാർ സ്കോറിൽ പുറത്തായിട്ടും ആ ഒരു മത്സരം വെറുതെ വിട്ടുകൊടുക്കുകയല്ല RCB ബോളർമാർ ചെയ്തത്. അതായത് അവസാനം വരെ ഫൈറ്റ് ചെയ്ത് എത്രത്തോളം ഈ മത്സരം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമോ അത്രത്തോളം അവർ നീട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ അക്കാര്യം പറഞ്ഞത്. ഇപ്പൊ ഇന്നത്തെ മത്സരത്തിലും ഈ ഒരു വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് RCBയുടെ ബോളർമാരാണ്. നമ്മൾ മത്സരത്തിലേക്ക് വന്നാൽ ചിന്നസ്വാമിയിൽ ലഭിക്കാതിരുന്ന ടോസിന്റെ ഭാഗ്യം ഇവിടെ രജത് പട്ടിദാറിന് ലഭിച്ചു. പട്ടിദാർ ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റിന് പേര് കേട്ട ബാറ്റിംഗ് ആണ്. ഒരു ഫുൾ ബ്ലോൺ അറ്റാക്കിംഗ് മോഡിൽ പവർ പ്ലേ മുതൽ തന്നെ എതിരാളികളുടെ ബോളേഴ്സിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് പഞ്ചാബ് കിങ്സ് സ്വീകരിച്ചു പോരുന്ന ഒരു തന്ത്രം. ഇവിടെയും അത് തന്നെയാണ് പഞ്ചാബ് കിങ്സ് ട്രൈ ചെയ്തത്. അത് തുടക്കത്തിൽ ഫലം കാണുകയും ചെയ്തു. ഭുവനേശ്വർ കുമാർ ആദ്യ ഓവറിൽ 2 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. എന്നാൽ പിന്നീട് അടുത്ത 5 ഓവറുകളിൽ പഞ്ചാബ് കിങ്സ് മത്സരത്തിൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി നമ്മൾ പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ അല്പം ബൗൺസ് ലോ ആയ ഒരു പിച്ചായിരുന്നു. പക്ഷേ ഇവരുടെ ഈ പവർ പ്ലേ ബാറ്റിംഗ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർ 200 മേളിൽ പോസ്റ്റ് ചെയ്യും, അത്ര നല്ല ഒരു ബാറ്റിംഗ് സർഫസ് ആണെന്ന് നമ്മൾക്ക് ഒരു മിഥ്യാധാരണ ഇവരുടെ ബാറ്റിംഗ് ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. കാരണം പ്രിയാൻഷ് ആയാലും പ്രഭ്സിമ്രാൻ സിംഗ് ആയാലും പവർ പ്ലേയിൽ പിന്നീട് ആ ഓവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മികച്ച രീതിയിലാണ് കളിച്ചത്. അവർ പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യുകയും റൺ നിരക്ക് ഉയർത്തുകയും ചെയ്തു. പിന്നീട് കൃണാൽ പാണ്ഡ്യ ഇത്തവണ രജത് പട്ടിദാർ നേരത്തെ പവർ പ്ലേയിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെയാണ് പ്രിയാൻഷിന്റെ വിക്കറ്റ് എടുക്കുന്നത്. എങ്കിലും അവർക്ക് പവർ പ്ലേയിൽ ഒരു 62 റൺസ് ഉണ്ടായിരുന്നു. 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 62, വളരെ മികച്ചൊരു തുടക്കം. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് RCB ബോളർമാരുടെ ഒരു ബോളിംഗ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. അതായത് ഇങ്ങനെയുള്ള കുറച്ച് സ്ലോ ആയിട്ടുള്ള ലോ ബൗൺസ് ഉള്ള പിച്ചിൽ എങ്ങനെ ബോൾ ചെയ്ത് എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാം, അതും പഞ്ചാബ് കിങ്സിനെ പോലെ ഒരു ബാറ്റിംഗ് ഹെവി യൂണിറ്റിനെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാമെന്ന് നമ്മുടെ RCB ബോളർമാർ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഒരു ഫേസ് പിന്നീട് ഈ പവർ പ്ലേക്ക് ശേഷം ഉള്ള ആ ഒരു അടുത്ത 14 ഓവർ, ആ ഒരു മിഡിൽ ഫേസും ഡെത്ത് ഓവേഴ്സുമാണ് ഈ മത്സരത്തിൽ ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് RCB ബോളർമാർ ഈ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പവർ പ്ലേയിൽ അത്രയും റൺസ് പോയെങ്കിലും പിന്നീട് ആ മത്സരം അവർ ഭംഗിയായിട്ട് തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ഒരു മിഡിൽ ഓവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മയും വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. എതിരാളികളെ ഒരു കാരണവശാലും അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇവർ ബോൾ ചെയ്തു. ഇപ്പൊ അതിനിടയ്ക്ക് റൊമാരിയോ ഷെപ്പേർഡ് വന്നു. ഈ മത്സരത്തിൽ ലിവിങ്സ്റ്റണിനെ കളിപ്പിച്ചില്ല. നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ലിവിങ്സ്റ്റണിന് വരെ ഒന്നെങ്കിൽ ജേക്കബ് ബെഥൽ അല്ലെങ്കിൽ ബെഥലിനെ അവർ കളിപ്പിക്കുന്നില്ലെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡിനെ കളിപ്പിക്കണമെന്ന കാര്യം പറഞ്ഞിരുന്നു. ഇത്തവണ റൊമാരിയോ ഷെപ്പേർഡ് ആണ് വന്നത്. ശ്രേയസ് അയ്യറിനെ പുറത്താക്കാൻ റൊമാരിയോ ഷെപ്പേർഡിനായി. ഷെപ്പേർഡ് 2 ഓവറിൽ 18 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു. പിന്നീട് ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സുയാഷ് ശർമ്മയായാലും കൃണാൽ പാണ്ഡ്യയായാലും നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു. പ്രിയാൻഷിന്റെ വിക്കറ്റ് എടുത്തത് കൂടാതെ പ്രഭ്സിമ്രാന്റെ വിക്കറ്റും നമ്മുടെ കൃണാൽ പാണ്ഡ്യ തന്നെയാണ് എടുത്തത്. ഇനി സുയാഷ് ശർമ്മയുടെ കാര്യം പറയുമ്പോൾ ഒരു ഓവറിൽ തന്നെ നമ്മൾ ജോഷ് ഇംഗ്ലിസിനെ, അത്യാവശ്യം ഡീസന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ജോഷ് ഇംഗ്ലിസിനെയും അതുപോലെ മാർക്കസ് സ്റ്റോയിൻസിനെയും സുയാഷ് ശർമ്മ ബൗൾഡ് ആക്കി. അവരുടെ ബിഗ് ഹിറ്റേഴ്സ് ഓരോരുത്തരെ ആയിട്ട് ഡഗ് ഔട്ടിലേക്ക് RCB ബോളർമാർ മടക്കി അയച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു മിഡിൽ ഫേസിൽ ഇവരുടെ 5 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു 9 ഓവറിൽ ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞത് 57 റൺസ് മാത്രമാണ്. അതായത് റൺ റേറ്റ് വരുമ്പോൾ വെറും 6.33 എന്നൊരു റേറ്റിൽ മാത്രമാണ് ഈ ഒരു ഫെയിംഡ് പഞ്ചാബ് ബാറ്റിംഗ് യൂണിറ്റിന് RCBക്കെതിരെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബോളിംഗ് മാസ്റ്റർ ക്ലാസ്, ഭുവിയും ഹേസൽവുഡും നയിച്ച ഒരു ഡെത്ത് ബോളിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് മുളൻപൂരിൽ കണ്ടത്. ഇപ്പോൾ പിൻ പോയിന്റ് യോർക്കേഴ്സ്, അത് ഭുവി ആയിക്കോട്ടെ ജോഷ് ഹേസൽവുഡ് ആയിക്കോട്ടെ, നമ്മുടെ പഞ്ചാബ് ബാറ്റേഴ്സിനെ അനങ്ങാൻ പോലും സമ്മതിച്ചില്ല. അവസാന പന്ത്, അതായത് ഇന്നിങ്സിന്റെ അവസാന പന്തിൽ ആ ലെങ്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് മാർക്കോ യാൻസൺ അടിച്ച ഒരു 6 മാത്രമാണ് ആ ഒരു ഫിഗർ ഇത്തിരി ഒന്ന് മോശമാക്കിയത്. ആ ഒരു 5 ഓവറിൽ അവർ എടുത്തത് 38 റൺസ് മാത്രമാണ്. ഇപ്പൊ അതിൽ അവസാനത്തെ 4 ഓവർ നോക്കിയാൽ വെറും 28 റൺസ് മാത്രമേ എടുത്തുള്ളൂ. സാധാരണ നമുക്കറിയാലോ T20 ഡെത്ത് ഓവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റൺസ് വരുന്ന സമയമാണ്. ഇപ്പൊ ഇതേവരെ നടന്ന മത്സരങ്ങളെല്ലാം നോക്കിയാൽ പവർ പ്ലേയിലും മിഡിൽ ഓവറിലും കുറച്ച് പാളിയാലും അവസാനം ഡെത്ത് ഓവേഴ്സിൽ ഒരു 50 റൺസ് എങ്കിലും ടീമുകൾ സ്കോർ ചെയ്യും. ഇപ്പൊ പല മത്സരങ്ങളിലും ഇപ്പോൾ RRനെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിലൊക്കെ ആയാലും ആ ഡെത്ത് ഓവേഴ്സിൽ വന്ന
അവസാന ഓവറുകൾ വന്ന കൂറ്റൻ അടികളാണ് ഈ മത്സരത്തിന്റെ ഫലം തന്നെ മാറ്റിമറിച്ചത്. ഇവിടെ നമ്മുടെ ഭുവിയും ഹേസൽവുഡും ചേർന്ന് 4 ഓവറിൽ 28 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. ഇപ്പൊ അവസാന സിക്സർ പോയില്ലെങ്കിൽ വെറും 22 റൺസ് മാത്രം. അപ്പൊ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് RCBയെ മത്സരത്തിന്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം പിച്ച് കുറച്ച് സ്ലോ ആയിരുന്നു, അതുപോലെ തന്നെ ബൗൺസ് കുറച്ച് ലോ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരത്തിൽ പാർ സ്കോറിന് താഴെ പഞ്ചാബിനെ ഒതുക്കാൻ നമ്മുടെ RCBക്കായി. ഇനി നമ്മൾ പഞ്ചാബിന്റെ ബാറ്റിംഗ് കാർഡ് നോക്കിയാൽ പ്രഭ്സിമ്രാൻ 17 ബോളിൽ 33, പ്രിയാൻ ഷാരി 15 ബോളിൽ 22, ജോഷ് ഇംഗ്ലിസ് 17 ബോളിൽ 29, പിന്നീട് ശശാങ്ക് സിംഗ് 33 പന്തുകളാണ് 31 റൺസ് എടുത്തത്. ശശാങ്ക് സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ യോർക്കർ ആഫ്റ്റർ യോർക്കേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ശശാങ്കിന് ബൗണ്ടറികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് മാർക്ക് യാൻസൺ 20 പന്തിൽ 25. ഇപ്പൊ RCBയുടെ ബോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭുവിക്ക് വിക്കറ്റ് കിട്ടിയില്ല എങ്കിലും 4 ഓവറിൽ 26 റൺസ് മാത്രമാണ് കൊടുത്തത്. ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് 4 ഓവറിൽ 39 റൺസ് കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒരു ഫൈനൽ ഫിഗേഴ്സ് നോക്കുമ്പോൾ ഹേസൽവുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അതായത് ഒരു വെറും 157 മാത്രം പഞ്ചാബ് സ്കോർ ചെയ്ത മത്സരത്തിൽ ഹേസൽവുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നല്ലോ എന്ന് പറയാം. ഇവിടെയാണ് ഈ T20 മത്സരത്തിൽ തങ്ങളെ തന്നെ റെഡീം ചെയ്യാൻ ഒരു ബോളേഴ്സിന്റെ അവസരം കിട്ടുന്നത്. അതായത് ഇപ്പൊ പവർ പ്ലേയിൽ ഈ ഒരു പിച്ചിന്റെ ലെങ്ത് നമുക്കറിയാം. പവർ പ്ലേയിൽ എവേ മത്സരങ്ങളിൽ ഹേസൽവുഡ് മികച്ച ഫോമിൽ പന്തറിയുന്ന താരമാണ്. പക്ഷെ ഇന്ന് എക്സ്പെൻസീവായി ആ ഒരു പ്രോപ്പർ ലെങ്ത് നമുക്കറിയാം. ഹേസൽവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഹാർഡ് ലെങ്ത് എറിയുന്ന ബോളറാണ്. ഒരു ബാക്ക് ഓഫ് എ ലെങ്ത് എറിഞ്ഞിട്ട് ആ ഒരു ബൗൺസ് വെച്ചിട്ട് എതിരാളികളെ കുഴപ്പിക്കുന്ന ബോളറാണ്. എന്നാൽ ഇന്ന് പുള്ളിയുടെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫുൾ ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ പഞ്ചാബ് ബാറ്റേഴ്സ് ഹേസൽവുഡിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ 2 ഓവറിൽ നന്നായിട്ട് റൺസ് കൊടുത്തു. എന്നാൽ പിന്നെ ഡെത്ത് ഓവേഴ്സ് വന്നപ്പോഴേക്കും വളരെ മനോഹരമായിട്ട് യോർക്കേഴ്സ് ആഫ്റ്റർ യോർക്കേഴ്സ് എറിഞ്ഞിട്ട് ഹേസൽവുഡ് RCBക്ക് മികച്ചൊരു കോൺട്രിബ്യൂഷൻ ആണ് ആ ഒരു ഡെത്ത് ഓവേഴ്സിലൂടെ നൽകിയത്. അതായത് പവർ പ്ലേയിൽ വിട്ടുകൊടുത്ത റൺസിന് പരിഹാരം ഹേസൽവുഡ് ഡെത്ത് ഓവേഴ്സിൽ ചെയ്തു. പിന്നീട് ഞാൻ പറഞ്ഞു മിഡിൽ ഫേസിൽ കൃണാൽ പാണ്ഡ്യയും സുയാഷ് ശർമ്മയാണ് മത്സരം റൂൾ ചെയ്തത്. കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 25 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്, സുയാഷ് ശർമ്മ 4 ഓവറിൽ 26 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. ഇനി RCBയുടെ ചേസിംഗിലേക്ക് വരുമ്പോൾ ഫിൽ സോൾട്ടിന് ഇവർക്ക് തുടക്കം തന്നെ നഷ്ടമായി. അർഷദീപിന്റെ പന്തിൽ ഒരു ബൗൺസറിൽ കീപ്പറിന് എഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് ഫിൽ സോൾട്ട് പോയി 1 റൺസ് മാത്രമാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ഒന്നിക്കുന്നത്. പിന്നെ ബൗളർമാർക്ക് ഒരവസരവും ഇവർ കൊടുത്തില്ല. അതായത് ഇതുപോലൊരു മിഡിലിംഗ് ടോട്ടലാണ്. അതായത് ഈ ഒരു ചേസ് എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ചേസ് ആണ്. പ്രത്യേകിച്ച് പിച്ച് സ്ലോ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും 157 റണ്ണല്ലേ ഉള്ളൂ, പെട്ടെന്ന് അടിച്ചെടുത്താൽ നെറ്റ് റൺ റേറ്റ് കൂട്ടാമല്ലോ എന്നൊക്കെ നമ്മൾ പുറത്തിരുന്ന് നമുക്ക് പറയാം. ഇതുപോലെയാണ് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് 111 എടുത്തവൻ പറഞ്ഞത്. ആ പിച്ചിൽ 112 എന്തായാലും ചേസ് ചെയ്യാം. ഇവരൊരു 14 ഓവറിൽ എടുത്തു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റിന് ഒരു ഹെവി ബൂസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ മത്സരം തോറ്റുപോയി. അതാണ് പറയുന്നത്. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് എന്തും പറയാം, പക്ഷേ ഇങ്ങനെയുള്ള ചേസസ് കുറച്ച് ട്രിക്കിയാണ്. അവിടെയാണ് വിരാട് കോഹ്ലി എന്ന ചേസ് മാസ്റ്ററിന്റെ ആ ഒരു മികവ്. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കൽ. ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലിയാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ഡിസേർവ് ചെയ്ത് ദേവദത്ത് പടിക്കലാണ്. കാരണം അത്രത്തോളം ഇപ്പൊ ചില മത്സരങ്ങളിലെ ഇതിനൊക്കെ അത്രത്തോളം ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ദേവദത്ത് പടിക്കൽ. നേരത്തെ RCBയിൽ നിന്ന് പോയതിനു ശേഷം കാര്യമായിട്ട് LSGയിലും RRലും കാര്യമായിട്ടൊന്നും കളിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ RCBക്ക് വേണ്ടി നമ്പർ 3 വന്നപ്പോൾ 2 മത്സരങ്ങളിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ചെന്നൈക്കെതിരെ മുംബൈക്കെതിരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മത്സരങ്ങൾ സ്ട്രഗിൾ ചെയ്തപ്പോഴേക്കും ടീമിന് പുറത്താക്കണം, ദേവദത്ത് പടിക്കലിനെ പുറത്താക്കി വേറെ ആരെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പടിക്കൽ RCB തന്നെ അർപ്പിച്ച വിശ്വാസത്തിനുള്ള പെർഫോമൻസ് കൊടുത്തു. കാരണം നമുക്കറിയാം ഇപ്പോൾ ചേസ് നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ആദ്യം പവർ പ്ലേയിൽ കുറച്ച് ബൗണ്ടറികൾ നേടിയെങ്കിലും പവർ പ്ലേയിൽ കുറച്ച് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ടൊരു ആങ്കർ റോളാണ് കളിച്ചത്. പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഫീൽഡ് പോലെയാണ് കളിച്ചത്. അതായത് തൻ്റെ ഒരു സൈഡിൽ തൻ്റെ വിക്കറ്റ്, സോൾട്ടിന്റെ വിക്കറ്റ് ഓൾറെഡി പോയി, അപ്പോൾ തൻ്റെ വിക്കറ്റ് മാക്സിമം പ്രിസർവ് ചെയ്യുക. കാരണം ഇതൊരു ചേസ് ആണ്. കോഹ്ലിക്ക് അറിയാം എവിടെയാണൊന്ന് ശ്രദ്ധയോടെ കളിക്കേണ്ടത്, എപ്പോഴാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് നോട്ട് വിടേണ്ടതെന്നൊക്കെ കോഹ്ലിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാലും കോഹ്ലിയിലേക്ക് ഒരു പ്രഷർ ചെല്ലാതിരിക്കാൻ ദേവദത്ത് പടിക്കലിന്റെ അറ്റാക്കിംഗ് ബാറ്റിങ്ങിന് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കലിന്റെ സ്ട്രൈക്ക് റേറ്റ് 174 അതായത് ഇപ്പൊ സ്പിന്നേഴ്സിനെ നമുക്കറിയാം RCBയുടെ സ്പിന്നേഴ്സ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ ഈ പഞ്ചാബിന്റെ സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ ദേവദത്ത് പടിക്കലിന് കഴിഞ്ഞു. സ്പിന്നേഴ്സിനെ മാത്രമല്ല ബാക്കിയുള്ള ബോളേഴ്സിനെല്ലാം ദേവദത്ത് പടിക്കൽ അറ്റാക്ക് ചെയ്തു. 5 4ഉം 4 6ഉം അടക്കമാണ് പടിക്കൽ 61 റൺസ് 35 പന്തുകളിൽ നിന്ന് എടുത്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമല്ല, വിരാട് കോഹ്ലിയും പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ അത് തന്നെയാണ് പറഞ്ഞത്. എനിക്കിത് എന്തുകൊണ്ട് കിട്ടിയെന്ന് അറിയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദേവദത്ത് പടിക്കലിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് കോഹ്ലി തുറന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയും ഒന്നിച്ചൊരു 100 റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഈ മത്സരത്തിലേക്ക് RCBക്ക് ഒരു ഫിം ഗ്രിപ്പ് കൊടുത്തത് നമ്മുടെ പടിക്കൽ തന്നെയാണ്. പിന്നെ കോഹ്ലിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം ഇങ്ങനൊരു ചേസിൽ തന്റെ വിക്കറ്റ് പോവാതിരുന്നാൽ തന്റെ ടീം ജയിക്കുമെന്ന് കോഹ്ലിക്ക് അറിയാം. കോഹ്ലി ഇപ്പോൾ 41 പന്തിലാണ് 50 തയ്ക്കുന്നത്. അപ്പോൾ IPL 67ാമത്തെ 50ആണ്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 50+ സ്കോറുള്ള താരവും വിരാട് കോഹ്ലിയാണ്. ഇപ്പോൾ അത് കാണുമ്പോൾ വേണമെങ്കിൽ ചിലർ ട്രോൾ ചെയ്യാം, 41 പന്തിൽ 50 റൺസ് എടുത്തു, ഇതെന്തോ ഇത്രയും സ്ലോ സ്ട്രൈക്ക് റേറ്റിലാണല്ലോ കളിക്കുന്നതെന്ന് വേണമെങ്കിൽ പുറത്തിരിക്കുന്നവർക്ക് പറയാം. പക്ഷേ ആ ഒരു ഇന്നിങ്സ്, ആ ഒരു കളി കണ്ട ആ ഒരു പിച്ച് കണ്ടീഷൻ മനസ്സിലാക്കുന്നവർക്ക് ആ കോഹ്ലിയുടെ ഇന്നിങ്സിന്റെ ഒരു വലിപ്പം മനസ്സിലാവും. പിന്നീട് പടിക്കൽ ഔട്ടായതിനു ശേഷം ഇന്നിങ്സ് അപ്പ് ചെയ്യേണ്ട ആ ഒരു സമയം എത്തിയപ്പോൾ കോഹ്ലി അറ്റാക്ക് ചെയ്തു. ചഹലിനെയൊക്കെ മനോഹരമായിട്ട് 6ഉം 4ഉം ഒക്കെ അടിച്ചിട്ട്
ആ ചേസ് ഒന്നുകൂടി എളുപ്പമാക്കി. കോഹ്ലി എടുത്തത് 54 പന്തിൽ 7 4 ഒരു 6 അടക്കം 73 റൺസാണ്. പടിക്കലിന്റെയും കോഹ്ലിയുടെയും ആ പെർഫോമൻസ് കൊണ്ട് ആ ചേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വന്നില്ല. ഒരു ഈസി ചേസ് ആയിരുന്നു. ഇപ്പോൾ ഫിൽസാൾട്ടിന്റെ വിക്കറ്റ് തുടക്കം തന്നെ പോയി എന്നതൊഴിച്ചാൽ ഒരു സിമ്പിൾ ചേസ് ആയിരുന്നു. ഒരു 18.5 ഓവറിൽ ആ ഒരു ചേസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചിന്നസ്വാമിയിലേറ്റ പരാജയത്തിന് അങ്ങനെ ഒരു റിവെഞ്ച്, ഒരു പ്രതികാരം ചെയ്യാനും RCBക്കായി. ഇപ്പോൾ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ 8 കളികളിൽ നിന്ന് 5 വിജയമായിട്ട് 10 പോയിന്റുമായിട്ട് RCB 3-ാം സ്ഥാനത്തേക്ക് കയറി. അതുപോലെ പഞ്ചാബ് ഈ സെയിം പോയിന്റ് തന്നെയാണ്, പക്ഷേ നെറ്റ് റൺ റേറ്റ് കാരണം 4-ാം സ്ഥാനത്താണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരം എന്ന് പറയുന്നത് നമ്മുടെ RCBക്ക് ഹോമിലാണ്. ഇപ്പം നമുക്കറിയാം ഇതേവരെ കളിച്ച 8 മത്സരങ്ങളാണ്. 5 മത്സരങ്ങൾ എവേ ഉണ്ടായിരുന്നു, അതിൽ 5 ജയിച്ചു. ഹോമിൽ 3 മത്സരം നടന്നു, 3 മത്സരവും തോറ്റു. ഈ എവേ മാച്ചസിൽ അവർ കാണിക്കുന്ന ഒരു ഫോം എന്തായാലും ഹോം മാച്ചസിലും എടുത്തേ പറ്റൂ. ഇതേവരെ ചിന്നസ്വാമിയിൽ അവരെ ടോസ് തുണച്ചിട്ടില്ല. അപ്പോൾ ഒരു ടോസ് കിട്ടുകയാണെങ്കിൽ ഒരു 50% കാര്യം കഴിഞ്ഞു എന്ന് പറയാം. എന്നിരുന്നാലും IPL പോലുള്ള ടൂർണമെന്റിൽ ടോസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കില്ല എന്ന് പറയാനാവില്ല. ഇനിയുള്ള 4 മത്സരങ്ങളിൽ ടോസ് നഷ്ടപ്പെട്ടാലും ജയിക്കാനായിട്ടുള്ള വഴികൾ കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിലെ അവസാന മത്സരം നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആദ്യം ബാറ്റ് ചെയ്തിട്ട് തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോൽപ്പിച്ചത്. അപ്പോൾ ഇവർക്ക് കഴിയും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കിട്ടിയ പോലെ ഒരു ട്രൂ സർഫസ് അല്ല കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ 1-2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒന്ന് റീഅനലൈസ് ചെയ്തിട്ട് ഈ ഒരു പിച്ചിൽ എത്രയാണ് ഒരു നല്ല സ്കോർ എന്ന് പിന്നെ ഒരു റീഅസസ്മെന്റ് കഴിഞ്ഞ് അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ടിം ഡേവിഡും ഈ ഒരു കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് പിച്ചിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കാതെ ഞങ്ങൾ കൂടുതൽ അറ്റാക്കിംഗ് മോഡിൽ പോയതാണ് ആ ഒരു ലോ ടോട്ടലിന് കാരണമെന്ന് ഇന്നത്തെ മത്സരത്തിനിടയ്ക്ക് ടിം ഡേവിഡ് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ ബോളേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചിന്നസ്വാമിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ബാറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഒന്നുകൂടി റെസ്പെക്ട് ചെയ്തിട്ട് ഓൾവേസ് റെസ്പെക്ട് ദ കണ്ടീഷൻ, അങ്ങനെ ഒരു സ്കോർ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ പഞ്ചാബിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പഞ്ചാബിനും നമ്മുടെ RCBയുടെ കാര്യം പറഞ്ഞ പോലെ ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല. 8 കളികളിൽ 5 ജയമുണ്ട്. അടുത്തൊരു 6 മത്സരത്തിൽ 3 മത്സരം അല്ലെങ്കിൽ ഒരു 4 മത്സരം ജയിച്ച് ഇവർ സുഖമായിട്ട് ഉറപ്പായിട്ടും പ്ലേ ഓഫിൽ കടക്കും. ഇനിയിപ്പോൾ അവരുടെ അടുത്ത മത്സരം വരുന്നത് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കൊൽക്കത്തയിലാണ്. IPL ലോവസ്റ്റ് എവർ ടോട്ടൽ ഇവർ ഡിഫെൻഡ് ചെയ്ത് KKRനെതിരെയാണ്. അപ്പോൾ KKRും അന്ന് സംഭവിച്ച പരാജയത്തിന് തിരിച്ചടി നൽകാനായിട്ടായിരിക്കും സ്വന്തം സ്റ്റേഡിയത്തിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഫിക്സ്റ്റേഴ്സ് എല്ലാം ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ മുള്ളൻപൂർ ഫേസ് കഴിഞ്ഞു. ഇനി അവരുടെ ഹോം മത്സരങ്ങൾ വരുന്നത് ധരംശാലയിലാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ കണ്ടീഷനിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആശങ്കപ്പെടാനായിട്ട് ഇവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.